നമുക്കിത് കളിക്കാൻ മണക്കുളം പാലസിൽ നിന്നിരുന്ന ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ നടക്കാനും സൈക്ലിങ്ങിനൊക്കെ കൂടി ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇവിടെ മയിലൊക്കെ കാണാറുണ്ട്, പക്ഷേ എന്താ മയില എൻ്റെ സൗണ്ട് കൂടെ എവിടെ മയിലുണ്ട്. ഇവിടെ ഫുള്ള് മന്തിയാണ്, ഒന്നുമില്ല. ഫുള്ളിൻ്റെ ഉള്ളിൽ മന്തിയും സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ നല്ല രസമായി കഴിയുമ്പോൾ മണ്ണ പോലെ കുറച്ച് വലിയ കുന്നായതുകൊണ്ട് തുടങ്ങിയിട്ടാണ് പോണത്. അവിടെ സൈക്കിൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്രത്യേക കല്യാണം. പഴയ കാലത്തൊക്കെ ആൾക്കാർ അവരുടെ ലോഡൊക്കെ ഇറക്കിയിട്ടാണ് ഇതെല്ലാം. ആക്ച്വലി നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, പക്ഷേ വായിക്കാൻ പറ്റില്ല. നമ്മൾ മാത്രമേ വായിച്ചു. നല്ല രസമുള്ളത്. കുന്നംകുളം വെള്ളങ്ക കതല് അയ്യപ്പ തേത്തുയൂർ മകൻ ശങ്കുണ്ണി നായർ വക 1123 ധന 24 വായിച്ചു. ആക്ച്വലി കല്ലിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇപ്പോൾ സർജിച്ച് പറഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലാകാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പണ്ട് കാലത്ത് കറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ഇറക്കിയൊക്കെയാണ് ഉണ്ടായിട്ടില്ല. അപ്പോൾ കറ്റൊക്കെ ഇറക്കി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ഇതാണ് തേൻ പൂവ്. തേൻ കുടിക്കാം. കുഴപ്പമില്ല. തേൻ പൂവിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നത് കിയാർമിൽ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഒരുപാട് കളിയാക്കാറുണ്ട് എന്തിനാണ് തിന്നാൻ, ഈ പച്ചപ്പുള്ളി തിന്നാനൊക്കെ. പക്ഷേ ഇത് നല്ലതാണെന്നാണ് എൻ്റെ അപ്പോൾ പറഞ്ഞത്. കഴിക്കാൻ പറ്റും, കഴിയിട്ടില്ല. പക്ഷെ ഞാൻ നന്നായി തുടച്ചിട്ടുണ്ട്. നല്ല ടൈപ്പാണ്, പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് ഞാൻ തിന്നു. മിന്ന പ്രോയാണ്, സൈക്കിൾ ഓടിക്കുന്ന ലെവൽ പ്രോയാണ്. അവളുടെ എന്താ പറയുക, സ്കിഡ് ചെയ്യുന്നതൊക്കെ കാണണം. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല, പക്ഷേ ഞാനാണ് ഇവരെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ആൾ. പക്ഷേ എനിക്കറിയില്ല. പക്ഷേ ഞാൻ സ്കൂട്ടി ഓടിക്കും. പക്ഷേ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ല. മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ഇവരെ കൊണ്ട് കഴിപ്പിച്ചു. എങ്ങനെയുണ്ട്? അവള് കുരു മാറ്റിയിട്ടോടെ കഴിച്ചു, ഞാൻ എല്ലാം കൂടി കഴിച്ചത്. അതുകൊണ്ടാണ് ആക്ച്വലി ഇപ്പോൾ ഒരു തമാശ ഉണ്ടായി. ഒരു ചേട്ടൻ ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ എഫക്റ്റ് വന്നു. എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ വണ്ടിയുടെ കഥ വണ്ടി വന്നു. അപ്പോൾ ഇവള് ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു വണ്ടി എന്ന്. അപ്പോൾ ആള് വിചാരിച്ചെന്താ തെങ്ങ് മുറിക്കുന്ന വെച്ചിട്ട് ആളിങ്ങനെ ഉണ്ടാക്കാണ്ടിട്ട് സ്ലോ മോഷനിൽ അതടുത്ത വണ്ടി ഇതാ വരുന്നു. വണ്ടി കണ്ടപ്പോൾ ബ്രേക്ക് ഇട്ട് നിർത്തും. ഞാൻ വണ്ടികളുടെ വീഡിയോ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്താ വിചാരിക്കുക, ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടാകുന്നതാണ്. വേണ്ടാക്കും സൈക്കിൾ ഓടിക്കാൻ വീണ്ടും പുരോഗമിച്ചിരിക്കുന്നു. ഇവൾക്ക് ശരിക്കും ഓടിക്കാൻ അറിയേണ്ടതല്ല. ഇപ്പോൾ നമ്മൾ ഇത്ര ദൂരത്തിന് ഇത്ര വരെ ഓടിച്ച് ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഓടിക്കും. അല്ലെങ്കിൽ ഇതുപോലെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വരും കാല് വേദനിക്കണം, പിന്നെ ഓടിച്ചോ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. ആക്ച്വലി ഞാൻ അന്യമിനി കൂടിയിട്ടാണ് ഇന്ന് വരിക അവിടേക്ക്. പക്ഷേ ഇന്ന് ഞങ്ങൾ പ്രത്യേകം കൂടിയും കൊടുന്നു. ഇന്നലെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ മോസ്റ്റ്ലി ഞാൻ അന്യമിനിയാണ് എപ്പോഴും സൈക്കിൾ ഓടിക്കേണ്ടാവുള്ളൂ. ഈ സൈക്കിൾ ഓടിക്കാൻ അറിയാത്തവരെ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. അവിടെ കാലം വരഞ്ഞു മതി എന്ന് പറഞ്ഞ് വലിയ പറഞ്ഞില്ല, അടുത്ത് നിർത്തുന്നു. ശരിക്കും അറിഞ്ഞിട്ടോ ചെറുതായി ചോര പഠിഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, പക്ഷേ വലിയ കാര്യമാണ് അവൾക്ക്. നിന്ന് പൊടിഞ്ഞ ചോര എനിക്ക് മതിയായി പഠിച്ചിട്ട് ഇപ്പൊ മഞ്ചാടിയിലുണ്ടാവും. ഇനി ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കിട്ടാൻ ആക്ച്വലി എത്ര ഇത് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല രസമാണ്, ഭയങ്കര ഇഷ്ടം. ഇതൊരു വലിയ ഇറക്കാണ്. നിങ്ങളുടെ ആഗ്രഹമാണ് ഇത് കൂടെ ഓടിക്കണം എന്ന് വെച്ചാൽ അവൾ പഠിച്ചു തന്നെയുള്ളൂ. അപ്പോൾ വലിയ ഇറക്കങ്ങളൊക്കെ വലിയ ഓടിക്കാൻ താല്പര്യമുണ്ട്. സോ അവൾ ഇതാവുന്നു. പക്ഷെ എല്ലാവരും മാറി നിന്നാൽ ആൾ ഓടിക്കുള്ളൂ, അല്ലാണ്ട് ഒരാൾ നടക്കുന്ന ഒരാൾക്ക് ഓടിക്കാൻ വേണ്ടിയാണ്. എസ്പെഷ്യലി നമ്മളായതുകൊണ്ട് അതാണ് എല്ലാവരും ബ്രേക്കൊക്കെ ചവിട്ടിയാൽ മതി. അയ്യോ പോയി ഭാഗ്യം നിൽക്കുമായിരിക്കും വേണ്ടി. എനിക്ക് തോന്നണം അവിടെ വഴി പോയി അവിടെ എവിടെ കാണില്ല. അവിടെ എത്തിയിട്ട് ഇതാ വരുന്ന ആൾക്കാർ കൊന്ന് കയറാൻ പറ്റാൻ നീന്തി തരും. നിന്നെ തെറ്റ് ഇത് ചവിട്ടിയാലാണ് ഈ സാധനം തിരിയും. എന്നാൽ എന്നിട്ട് അതിന് കടച്ചിട്ടാണ് ഈ വീലിരിക്കുന്നത്. അപ്പോൾ വീല് കറങ്ങും. അപ്പൊ വീലിനെ കടച്ചില്ല, അപ്പൊ പറഞ്ഞിറങ്ങിയതാ. ഇല്ലെന്ന് കറങ്ങില്ല. എന്റെ ക്വസ്റ്റ്യൻ ന്യായമാണ്. വീല് കറങ്ങുമ്പോ അല്ല കടലിൽ ഞാൻ ചോദിക്കാം. എനിക്കറിയില്ല, കടലിൽ ചുറ്റുമ്പോ വീല് കറങ്ങാച്ചെങ്കിൽ വീല് ഇറങ്ങുമ്പോ എന്തുകൊണ്ട് കടലിന്റെ കറങ്ങിക്കൂടാ? വീല് ഇറങ്ങുമ്പോ ഇത് കറങ്ങണില്ല, പക്ഷെ ഇത് ചവിട്ടുമ്പോഴാണ് എനിക്ക് കാഴ്ച വരുന്നത്. അപ്പൊ ഇങ്ങനെ ചവിട്ടുമ്പോ എനിക്ക് കാഴ്ച മഴക്കാറാണ്. മഴ പെയ്യില്ലെന്ന് വിചാരിക്കാം. മഴ പെയ്താൽ ഓടി വീട്ടിക്ക് പോയി. കൊടയും കൊണ്ടൊന്നുമില്ല. ഇതും നല്ല രസമുള്ള സ്ഥലം. ഇങ്ങനൊരു സാധനം കിട്ടില്ല. ഈ ചെടിന്നാണ് തോന്നുന്നു. ഈ ചെടി ഇവിടെ ഏതൊരു ചെടിന്നാണ് കിട്ടിയത്. ബട്ട് നല്ല ഓറഞ്ചിന്റെ മണം, നല്ല മണം. നല്ല മണം. ഇതിൻ്റെ ഉള്ളില്
പാഷൻ ഫ്രൂട്ടിൻ്റെ കുരു പോലത്തെ സാധനമാണ്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്താണ്. നമ്മൾ വന്ന വഴി തിരിച്ചു പോവാണ്. നോക്കി പാടം വേണം. അവിടെ പാടാണ്. ഇത് കൂടെ പാടം വേണം. ഇവിടുത്തെ പാടത്തിൻ്റെ ബ്ലോഗ്. ഇപ്പോൾ ഏകദേശം 5:30. നമ്മൾ വന്ന വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ട അതേ കുളം. ഇത്ര നേരം വഴി വരുന്ന സൗണ്ട് ഉണ്ടാക്കണ്ടേ? പക്ഷെ ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ സൈക്കിളിലെ തല്ലാണ്. പ്രത്യേകം അച്ഛൻ തമ്മിൽ അച്ഛൻ പിന്നെയും തമ്മിൽ. അച്ഛൻ്റെ ശരിക്കുള്ള പേരാണ് ഫ്രിച്ച്. ഞാൻ തെറ്റിയിട്ട് പറഞ്ഞതാണ്. ഇവിടെ ഫുള്ള് ബാനിയൻട്രിയുടെ മറ്റേ റൂട്ടിനെ താഴെ വന്നിട്ട് ഭയങ്കര രസമുള്ള സ്ഥലം. അയ്യോ, ഇതൊന്നും ശരിക്കും ക്യാമറയുടെ ഇത് ശരിക്കും കിട്ടണമെങ്കിൽ അതാണ് കാര്യം. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇതുകാട്ടി വിളിച്ചാൽ ബാക്കി എല്ലാം സൂപ്പർ അല്ലേ? പിന്നെ ഇത് ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇവിടെ നോക്ക്, എൻ്റെ മുളയുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് അന്നമിൻ്റെക്ക് വടി എടുത്തത്. അവർക്ക് നല്ല കുറുമ്പാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് മുള എടുത്തിട്ട് അല്ല ആവശ്യം വന്നിട്ടുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കും, പക്ഷേ ചിലപ്പോൾ അനുസരിക്കില്ല. ഞാൻ പേടിപ്പിച്ചിരിക്കുന്ന ഞാൻ വടി എങ്ങാനും കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ നിന്ന് വടി പൊട്ടിക്കും. ആ വടിയാണ് കാണില്ല, ഈ വടി നല്ല വേദന ഉണ്ടാവും. അപ്പോൾ ഈ വടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ സേഫാണ്. ഇതൊക്കെ അടിപൊളി സാധനം. ഞാനൊരു പാഠം പഠിച്ചിട്ടുണ്ട്. എന്നാൽ നേച്ചറിലെല്ലാം സ്പെഷ്യലാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയമാണ് ഡെഡ് ആയിട്ടുള്ള, അല്ലാതെ ഇതൊന്നുമല്ല ഡെഡ് ആയിട്ടുള്ള സംഭവം. ചില്ലിയൻ ഫോറസ്റ്റ് പഠിച്ചതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇന്ന് നടക്കുമ്പോൾ ഇത് എന്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ തിയറിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. പ്രഷ് ഇതൊക്കെ മിസ് ചെയ്തു. പക്ഷേ അയ്യോ ഇതൊക്കെ മിസ് ചെയ്തു. ഞാൻ ഇടയ്ക്ക് ഈ പ്രഷയെ പറ്റിയെന്ന് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ ഞാൻ പ്രഷയെ പറ്റിയെന്ന് വീട്ടിൽ ഞാൻ അച്ചു അത് വരാൻ വിളിക്കാം. അതാണ് ഞാൻ ഇങ്ങനെ. ഇത് അന്ന, ഇത് മിഞ്ഞ, ഗ്രേസ്, ജോയ്സ്, ഇത് പ്രറ്റി, അച്ചു, ഞാൻ, അമ്മു, പ്രൈസ്. വീട്ടിലിരിക്കുന്നത് പ്രഷ്യ, അല്ലു. ഇത് പോരാൻ പോകുന്ന റൂട്ടാണ്. അത് പോകുന്നില്ല. ഇത് സൈക്കിൾ ചക്രങ്ങളൊന്നുമില്ല. സൈക്കിൾ ചക്രങ്ങളുണ്ട് സാധനത്തിന് ചിരിച്ചോർത്തല്ലേ കാണിച്ചു കഴിഞ്ഞില്ലേ? മൈൻ്റെ സൗണ്ട് കേൾക്കണ്ടാവില്ല. കാരണം ഇവിടെ അതിൽ വേറെ നടക്കണം. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്താറായിട്ടോ. നമ്മൾ തിരിഞ്ഞ് വീടെത്തി. കുറേ പേർക്ക് അറിയായിരിക്കും. ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിപ്പോൾ എൻ്റെ ദൂരം പോയി ഏറ്റവും ദൂരം പോകുന്ന ആൾ ചിരിക്കും. ഞങ്ങൾ ഇടയ്ക്ക് കളിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്കിത് കളിക്കാം, 2 പേർക്ക് ഈ പാഴ്ചയാണത്. ഇതൊക്കെ നമ്മൾ പൊട്ടിച്ച് ക്ലീൻ ആക്കാം. ഇവിടെ നമ്മുടെ ഗ്രൗണ്ടാണ്. ആക്ച്വലി ഗ്രൗണ്ടല്ല, മണക്കുളം പാലസ് നിന്നിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ലാസ്റ്റ് ഇതല്ല എന്ന് പറയുന്നത് ആണെന്നാണ് പറയുന്നത്. പക്ഷേ വീടുകൾ വന്നു, കുട്ടികളുടെ ഗ്രൗണ്ടുകൾ വെച്ച് കൂടുതലൊന്നും ചെയ്യുന്നുണ്ടോ. നല്ല രസമാണ്. ഇതൊന്നും ഒരു പ്രേതാലയമല്ല. ഗ്രൗണ്ടിൽ ഫുള്ള് വീട്. അവിടെയാണ് ആദ്യം സൈക്കിൾ പഠിച്ചിരുന്നത്. പക്ഷേ ഇവിടെ പുതിയ വീട് വന്നപ്പോൾ നമ്മൾ റോട്ടിലേക്ക് ആക്കി. ഇവിടെ വെറുതെ പിടിച്ചു കണ്ട വെള്ളിയെ തോളയാ ചാട്ടവാറടി കൊള്ളുന്ന സൈക്കിൾ എനിക്ക് തട്ടിയിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ സൈക്കിളും പിടിച്ചിട്ട് നിൽക്കാം. സൈക്കിളിന് സ്റ്റാൻഡ് ഉണ്ട്, വേറെ സ്റ്റാൻഡ് ഇടാതെ സ്റ്റാൻഡ് ഇടാം. ഇവരെ എൻ്റെ അമ്മു ചേച്ചിനെ അമ്മിച്ചിനെ അടിക്കാം. അത് ഞാൻ പിടിച്ചെടുക്കില്ല. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ്. അപ്പോൾ